സഫലമി യാത്രയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് ബാംഗ്ലൂരിലാണ്. ബാംഗ്ലൂരിലെ പീനിയ ഇൻഡസ്ട്രിയൽ ഏരിയ അറിയാം. അതിൻ്റെ അടുത്തുള്ള അബിഗര എന്ന പ്രദേശത്താണ്. പീനിയ ഇൻഡസ്ട്രിയൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഏഷ്യയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻഡസ്ട്രിയൽ ഹബ്ബാണ് പീനിയ എന്ന് പറയുന്നത്. അപ്പോൾ പീനിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ് അബിഗര. ഇവിടെ വ്യവസായ സംരംഭങ്ങളുണ്ട്. കാരണം ബാംഗ്ലൂരിലെ പീനിയയെ കുറിച്ച് പറയുകയാണെങ്കിൽ പീനിയയിൽ ഇന്ത്യയിലെ ഒട്ടനവധി സംസ്ഥാനങ്ങളിലുള്ള ഒരുപാട് പേര് ഒരുമിച്ച് കൂടുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ മലയാളികൾ മാത്രമല്ല, ഒരുപാട് ഭാഷ സംസാരിക്കുന്ന ഒരുപാട് പേരുടെ ബിസിനസ് സംരംഭങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊരു ജോലിയെന്ന സ്വപ്നവുമായിട്ടാണ് ഓരോ മലയാളികളും കേരളം വിട്ട് പുറത്തു പോകുന്നത്. കേരളം വിട്ട് പുറത്തു പോവുക ബോംബെയിൽ നിന്ന് അല്ലെങ്കിൽ ബാംഗ്ലൂർ, അവിടെ നിന്നൊക്കെ വിദേശത്തേക്ക് പലായനം ചെയ്യുന്നവരാണ്. അങ്ങനെയാണ് ഗൾഫ് രാജ്യങ്ങളിലേക്കും ആൾക്കാർ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഒരു ജോലി എന്ന സ്വപ്നമാണ്. കാരണം ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഒരു 4 പതിറ്റാണ്ട് കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളം എന്ന് പറയുന്നത് തൊഴിൽ സാധ്യതയില്ലാത്ത ഒരു പ്രദേശമായിരുന്നു. കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും നിറഞ്ഞ ഒരു പ്രദേശത്താണ് നമ്മുടെ കേരളം നിലനിന്നിരുന്നൊരു കാലഘട്ടം. പിന്നെ അവിടെ നിന്നൊരു ജോലി എന്ന സ്വപ്നവുമായിട്ട് ഒരു പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞ ആൾക്കാർ ഒരു വിദേശത്തും സംസ്ഥാനത്ത് പുറത്തും പോയി അവിടെ നിന്ന് കിട്ടുന്ന അനുഭവ പരിചയ സമ്പത്ത് തീർച്ചയായും അവരുടെ വ്യവസായ സംരംഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി കേരളം എന്ന് പറയുന്ന സംസ്ഥാനം സമ്പദ്ഘടനയിൽ മറ്റ് സംസ്ഥാനത്തോടൊപ്പം മുന്നോട്ട് വന്നു എന്നുള്ളത്. അതിൻ്റെ പ്രധാന കാരണം അന്നത്തെ കാലത്ത് കേരളത്തിൽ നിന്ന് പുറത്തുപോയ മലയാളികളാണ്. അവരുടെ സമ്പാദ്യത്തിൻ്റെ ഒരു ഭാഗം കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ സമ്പദ്ഘടനയ്ക്ക് വികസനത്തിന് ഒരുപാട് സഹായിച്ചിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുവാൻ പോകുന്ന വ്യക്തി 1979 എന്ന് പറയുമ്പോൾ കൃത്യം പറഞ്ഞാൽ 47 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൻ്റെ പന്തളം എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് എത്തി കുറച്ച് നാൾ ജോലി ചെയ്ത് ആ ജോലിയിൽ നിന്ന് കിട്ടിയ അനുഭവ പരിചയ സമ്പത്ത് പിൽക്കാലത്ത് അദ്ദേഹത്തെ ഒരു ബിസിനസ് സംരംഭകനാക്കി മാറ്റി. നവോദയ എൻ്റർപ്രൈസസ്, അത് മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് പ്രിസിഷൻ മെഷീൻഡ് കോമ്പോണൻസ് മാനുഫാക്ചറിങ് രംഗത്ത് വൺ ഓഫ് ദ ബെസ്റ്റ് കമ്പനിയാക്കി മാറ്റുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതിൻ്റെ പിന്നിൽ കഠിനാധ്വാനത്തിൻ്റെ, ആത്മാർത്ഥതയുടെ, സത്യസന്ധതയുടെ, വേദനയുടെ കഥയുണ്ട്. ആ കഥ നമുക്ക് ചോദിച്ചറിയാം. അതിനു മുമ്പ് RK പുരുഷോത്തമൻ പിള്ള സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ. പന്തളത്ത് എവിടെയാണ് സാർ? കുരമ്പാല. അവിടെയാണ് ജനിച്ചത്. അവിടുന്ന് നമ്മുടെ അച്ഛന് കൂലിപ്പണിയായിരുന്നു. അച്ഛന് കൂലിപ്പണിയായിരുന്നു. അന്ന് അച്ഛൻ്റെ ആ കൂലിപ്പണിയിൽ കിട്ടുന്ന ഒരു വരുമാനം അത് ഒരു നമ്മുടെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരുന്ന ഒരു കാലഘട്ടമല്ലേ സാർ? 1979 എന്നെല്ലാം പറയുന്നത് നമ്മുടെ മലയാളികൾ ഒരു വലിയ പലായനമാണ്. കാരണം ബാംഗ്ലൂരേക്കും ചെന്നൈയിലേക്കും ബോംബെയിലേക്കും. കാരണം ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ബോംബെയിൽ റെയിൽവേ സ്റ്റേഷൻ വീട്ടിയിൽ ഈ ജോബ് വേക്കൻസിയെ കുറിച്ചുള്ള പ്ലക്കാർഡുമായിട്ട് ആൾക്കാർ നിൽക്കുമായിരുന്നു എന്ന്. കാരണം ജയന്തി ജനത അവിടെ വന്ന് ഇറങ്ങുമ്പോൾ, കാരണം മലയാളികൾ അവിടെ ജോലി അന്വേഷിച്ച് വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് എന്നുള്ളത് ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ? ഇവിടെ ഉണ്ടായിരുന്നു. കാരണം അന്ന് മറ്റ് സ്റ്റേറ്റുകളിൽ തൊഴിൽ സാധ്യത ഉണ്ടായിരുന്നു. അന്ന് പറയുകയാണെങ്കിൽ ഈ സ്റ്റേറ്റിൽ, കർണാടക സ്റ്റേറ്റിൽ പറയുന്ന ഇവിടുത്തുകാർക്ക് ഈ ജോലിയിലോട്ട് വരാൻ അന്ന് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ അന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്നില്ലത്. ഇന്ന് മാറി. ഇന്ന് അവർക്ക് അവരെ മുന്നേ തന്നെ ഉണ്ട്. അവർക്ക് ഇന്ന് ആ ജോലി ചെയ്യാനുള്ള ആ തലമുറ മാറിയപ്പോൾ അവർക്ക് ജോലി ചെയ്യണമെന്നുള്ള ആവശ്യം വന്നു. അന്നില്ലാത്തതുകൊണ്ടാണ് ഇവർ റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോൾ ആൾക്കാരെ ക്യാച്ച് ചെയ്തിരുന്നതൊക്കെ.
അങ്ങനെ 1979 ഒരു ഏപ്രിൽ 30 ബാംഗ്ലൂരിലേക്ക് എത്തുന്നു. വീട്ടിൽ ഒരു മൂത്ത സഹോദരി, ഇളയ ഒരു പെങ്ങള്, അമ്മ, അച്ഛൻ. അതാണ് കുടുംബം. അച്ഛൻ്റെ ഒരു വരുമാനമായിരുന്നു. SSLC കഴിഞ്ഞ ഉടൻ അവിടെ നിന്ന് യാത്ര തുടങ്ങുകയാണ്. ഇത് കൃത്യം പറഞ്ഞാൽ 16 വയസ്സ്. അല്ല, ഞാൻ SLC ഞാൻ പറഞ്ഞല്ലോ, SLC ഞാൻ ഫെയിലാണ്. അത് 2 പ്രാവശ്യം എഴുതി. പിന്നെ ഓൾമോസ്റ്റ് ഒരു 6 മാസം നാട്ടിൽ നിന്നു. ഇങ്ങനെ 19 വയസ്സിലാണ് 19ാമത്തെ വയസ്സിലാണ് ഞാൻ ബാംഗ്ലൂർ വരുന്നത്. 19 വയസ്സിൽ ബാംഗ്ലൂർ വരുന്നു. ഏപ്രിൽ 30. അന്ന് മെയ് 1 ആദ്യമായിട്ട് ജോലിക്ക് കയറും. മെയ് 1 പക്ഷെ അന്ന് ഈ മെയ് ദിനമായിട്ട് നമ്മൾ തൊഴിലാളി ദിനമായിട്ട് അന്ന് പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ല. 1929. ഇല്ല. പക്ഷെ യഥാർത്ഥത്തിൽ കോയിൻസിഡൻസ് ആയി പ്രഖ്യാപിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അന്ന് അത് ഇവിടെ എഫക്റ്റ് അല്ലായിരുന്നു. അല്ല, ഇവിടെ ഇല്ല. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അല്ല അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അന്ന് മെയ് 1 ഇവിടെ ജോലി ജോലിക്ക് കയറാണ്. അത് ഓൾമോസ്റ്റ് ഞാൻ ഒരു 10 വർഷം വരെ അങ്ങനെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ അന്ന് യൂണിയനൊന്നും ഇല്ല. യൂണിയനൊക്കെ വന്നതിന് ശേഷമാണ് മെയ് 1 വർക്കേഴ്സ് ഡേ ആയിട്ട് ഇവിടെ. ഇപ്പം എല്ലാവരും നമ്മളും ബോർഡ് വെച്ചിട്ടുണ്ട്, മെയ് 1 ലീവ് തൊഴിലാളി ദിനം ബോർഡ് ഇട്ടിട്ടുണ്ട്. പക്ഷെ ആ മെയ് 1 ജോലിക്ക് കയറുന്നത്. അവിടെ നിന്ന് തുടങ്ങിയ ഒരു വലിയൊരു യാത്രയാണ്. അന്ന് രാത്രിയും പകലൊന്നുമില്ലാതെ ഒരുപാട് കഷ്ടപ്പെട്ടു. ആദ്യത്തെ 60 രൂപയാണ് ആദ്യത്തെ മാസം ശമ്പളം. പക്ഷേ 60 രൂപ കൊണ്ടൊന്നും ഒന്നും ആവില്ലല്ലേ? ഇല്ല, അന്ന് 60 രൂപയ്ക്കൊന്നും ജീവിക്കാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞ ഏറ്റവും വളരെ ചുരുങ്ങിയൊരു ജീവിതം ജീവിച്ചാൽ 100 രൂപ വേണം അന്ന്. അത് എനിക്ക് എന്നെ സഹായിച്ചത് മലപ്പുറത്തുള്ള ഒരു ഗോപിനാഥൻ എന്ന് പറഞ്ഞ സുഹൃത്ത് എന്ന് പറയാൻ പറ്റില്ല. എന്നൊന്നും ഞാനും പുള്ളിയായിട്ട് കണ്ടിട്ടില്ല. പുള്ളിയുടെ വീട്ടിലാണ് ഞാൻ താമസിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുള്ളി എന്നെ അറിയത്തില്ല, ഞാൻ പുള്ളി അറിയത്തില്ല. 6 മാസത്തോളം പുള്ളി തന്നെയാണ് എനിക്ക് ചിലവിന് തന്നതെന്ന് പറയാം. അന്ന് 60 രൂപ ശമ്പളം കിട്ടും. ഞാൻ 60 രൂപ കൊണ്ടുവന്ന് പുള്ളിയുടെ കൊടുക്കും. ബാക്കി ബുക്കിൽ എഴുതി വയ്ക്കാൻ പറയും. ഇങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങൾ ജീവിച്ചിരുന്നത്. പുള്ളി ഇതൊന്നും കാണിച്ചിട്ടില്ല. 6 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ശമ്പളം കൂടി കിട്ടാൻ തുടങ്ങിയപ്പോൾ ഞാൻ പുള്ളിയുടെ പൈസ എല്ലാം കൊടുത്തതിന് ശേഷമാണ് എൻ്റെ വീട്ടിലേക്ക് എൻ്റെ അമ്മയ്ക്കും അച്ഛനുമായിട്ട് അയച്ചു കൊടുത്തു. 25 രൂപ അയച്ചു കൊടുക്കുന്നത്. അന്ന് ആദ്യമായിട്ട് അയച്ചു കൊടുക്കുന്നത് 25 രൂപ. പക്ഷെ അപ്പോഴത്തേക്കും വേതനം കുറച്ച് ഇൻക്രീസ് ആയി. അന്ന് ഒരു 150 രൂപയൊക്കെ ആയി. അപ്പോഴത്തേക്ക് ആ കമ്പനിയിൽ 1 വർഷം നിന്നുള്ളൂ. 1.5 വർഷം. പക്ഷെ എന്താണ് ആദ്യത്തെ പണിയൊക്കെ എന്ന് പറഞ്ഞാൽ ഹെൽപ്പറായിരുന്നു അല്ലേ? അന്ന് ഹെൽപ്പറായിരുന്നു. ഹെൽപ്പർ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് സപ്പോർട്ട് ചെയ്യുക, അതായത് സഹായിക്കുക. ഇല്ല, അതെടുത്തുകൊണ്ട് പോവുക, ഇതെടുത്തുകൊണ്ട് പോവുക, ഇങ്ങനെയൊക്കെയുള്ള ഇതായിരുന്നു. ഈ നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയായിട്ട് ബന്ധപ്പെട്ട ബിസിനസ് തന്നെയായിരുന്നു. പ്രിസിഷൻ മിഷൻ ഷോപ്പ് കോമ്പോണൻസിന്റെ മാനുഫാക്ചറിംഗ് കമ്പനിയായിരുന്നു അവിടെ. അന്ന് നമ്മൾ മാനുവലായിട്ടൊക്കെയാണ് എല്ലാം മാനുവലായിരുന്നു. അന്ന് മാനുവൽ CNC ഇല്ല. അപ്പോൾ അന്ന് അങ്ങനെ 1.5 വർഷം കഴിഞ്ഞ് വേറൊരു കമ്പനി കയറി. അവിടെ ഓൾമോസ്റ്റ് 1.5 വർഷം ജോലി ചെയ്ത്. പിന്നെ 3ാമത്തെ ഒരു കമ്പനിയിൽ കയറി. അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മാരേജായി. വിവാഹം കഴിക്കുന്നു. വൈഫിന്റെ പേര് ശ്യാമള. കാരണം മുറപ്പെണ്ണിന്റെ തന്നെയാണ്. മുറപ്പെണ്ണിന്റെ തന്നെയാണ്. അച്ഛൻ്റെ അപ്പച്ചിയുടെ സഹോദരന്റെ മകളെ വിവാഹം കഴിഞ്ഞു. വീണ്ടും പിന്നെ ഞങ്ങൾ ഇവിടെ തന്നെ ജീവിതമായി ജീവിച്ച് ഒരു ഓൾമോസ്റ്റ് കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് 450 രൂപ ശമ്പളമായി. പക്ഷേ ഈ 450 കൊണ്ട് നമുക്ക് കഷ്ടിച്ച് ജീവിച്ചു പോവാം. കാരണം ഒരു അടിപൊളി ലൈഫ് ഒന്നുമില്ല. വൈഫായിട്ട് പുറത്ത് പോകാനോ ഒരു സിനിമ കാണാനോ അങ്ങനെ ഒന്നും. കാരണം ഈ 450 രൂപ മുറുക്കി പിടിച്ച് ജീവിക്കണം. ബാലൻസ് വെക്കാൻ പറ്റൂല അല്ലേ? പിന്നെ ഞാൻ അങ്ങനെ പിന്നെ കുറച്ച് ശമ്പളമൊക്കെ കൂടുതൽ കിട്ടി. പിന്നെ വർഷത്തിൽ 1 പ്രാവശ്യം ബോണസ് കിട്ടുമായിരുന്നു. ഇതൊക്കെ ഇങ്ങനെ സ്വരൂപിച്ച് വെച്ച് ഞങ്ങൾ കിട്ടുന്ന എൻ്റെ സാലറി എന്തുകൊണ്ടോ ആ ഇതിലാണ് ഞാൻ ജീവിക്കാൻ പഠിച്ചത്. ബാക്കി എന്ത് എക്സ്ട്രാ വരുന്നുണ്ടെങ്കിലും അത് ഞാൻ എപ്പോഴും മാറ്റി വെച്ചിരുന്നു. അത് ജീവിതത്തിനകത്തോട്ട് കൊണ്ടുവന്നില്ല. അങ്ങനെ ഒരു ഫിനാൻഷ്യൽ കൺട്രോൾ വന്നത് അങ്ങനെയാണ്. നമ്മൾ ഓഫ് ക്യാമറയിൽ ചേട്ടൻ പറഞ്ഞു. കാരണം ഞാൻ ഈ സൂര്യപ്രകാശം കണ്ടിട്ട് വർഷങ്ങളായിട്ട് അതിപ്പോൾ രാവിലെ 5 അന്നൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. 6 മണി ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ 5:55 കമ്പനിയിൽ പഞ്ചിങ് ആയിരിക്കണം. പഞ്ചെന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാവണം. വൈകിട്ട് 6 മണിക്ക് ശേഷം അവിടെ നിന്ന് ഇറങ്ങത്തുള്ളൂ. അപ്പോൾ സൂര്യ അസ്തമിച്ചിട്ടുണ്ടാവും. പിന്നെ സൺഡേ ആണെങ്കിൽ തന്നെ രാവിലെ 6 തൊട്ട് ഉച്ചയ്ക്ക് 2 മണി വരെ ജോലി ചെയ്യുമായിരുന്നു. ഈ ബാക്കി ഒരാഴ്ചയിൽ കിട്ടുന്നത് എനിക്ക് സൺഡേ ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയമുള്ളൂ. പിന്നെ ഈ നവോദയ എന്റർപ്രൈസസിലേക്ക് വരുന്നത് ഞാൻ 1992 പ്ലാൻ ചെയ്ത് 94 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്.
ഞാൻ പ്ലാൻ ചെയ്ത സമയത്ത് ആണെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1,00,000 രൂപ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ചെറിയ ഒരു മെഷീൻ വാങ്ങിച്ചിട്ട് ചടാം. ഞാനത് ചിന്തിച്ച് അതുണ്ടാക്കിയ സമയമായപ്പോഴത്തേക്ക് അത് 1,50,000 രൂപയായി. അങ്ങനെ 2 വർഷം അങ്ങ് പോയി. ഈ 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് 1,00,000 എന്നുള്ളത് 1,50,000 രൂപയായി. ഇനിയിപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്ന് വെച്ചിട്ട് ബാക്കി പൈസ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് കടം വാങ്ങിച്ച് തുടങ്ങി. എന്നിട്ടും ഞാൻ ജോലി വിട്ടില്ല. ജോലി വിടാത്തതിൻ്റെ കാര്യമാണ്, എനിക്ക് ഭാര്യയുണ്ട്, 2 കുട്ടികളുണ്ട്. അവർ ഇത് എന്തായാലും ഞാൻ തുടങ്ങിയ ആ സ്ഥാപനം എന്തെങ്കിലും മോശം പറ്റിയാലും എൻ്റെ കുട്ടികളോ അല്ലെങ്കിൽ പട്ടിണിയായി പോകുമല്ലോ വിചാരിച്ചിട്ട് ഞാൻ അത് ജോലി വിടാതെ ഇവിടെ ജോലിക്കാരെ വെച്ച് ജോലി ചെയ്യിച്ചു. കാരണം ജോലി കഴിഞ്ഞ് വൈകുന്നേരം വന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ സ്വന്തം സ്ഥാപനം നോക്കി അങ്ങനെയാണ് നവോദയ എന്ന് പറഞ്ഞുള്ള ഇതിലേക്ക് വരുന്നത്. പിന്നെ അവിടുന്ന് പടിപടിയായിട്ട് കയറി പിന്നെ കുട്ടികളെ പഠിപ്പിച്ചു. കുട്ടികൾക്ക് കമ്പനി ഒരു നല്ല രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസം വന്നപ്പോൾ ജോലി വിട്ടു. അത് 99 ജോലി വിട്ടു. അതുവരെ ഞാൻ ജോലി ചെയ്തിരുന്നു. അപ്പോൾ ജോലി വിടുന്ന സമയത്ത് ഞാൻ ജോലി ചെയ്തിരുന്ന കമ്പനിയിലെ ഓണർ എന്നോട് സംസാരിച്ചത്, നിങ്ങൾ അത് ചെയ്തോ, ബട്ട് കമ്പനിയിൽ നിന്ന് ജോലി വിടണ്ട, ഞങ്ങൾക്ക് പ്രോബ്ലംസ് ആവുന്നു. ബട്ട് നമുക്ക് ഒത്തിരി പിടിച്ചിരിക്കാൻ പറ്റത്തില്ലായിരുന്നു. കാരണം ഈ കമ്പനിയെ ഒന്ന് വളർത്തുന്നത്. പിന്നെ പുള്ളിയുടെ ഇതോടുകൂടി തന്നെ സമ്മതത്തോട് തന്നെ ജോലി വിട്ടത്. ജോലി ചെയ്ത് ഇപ്പോഴും ഞങ്ങളൊക്കെ കണ്ടു നല്ല ബന്ധമുണ്ട്. അവിടെ ആ കമ്പനി ഒരുപാട് വർഷം ജോലി ചെയ്തു അല്ലേ? 83 സ്റ്റാർട്ട് ചെയ്ത് 99 വരെ 16 വർഷം ആ കമ്പനിയിൽ തന്നെ. പക്ഷേ അതിനിടയ്ക്ക് 2 സഹോദരിമാരെ വിവാഹം കഴിച്ച് അയച്ചു. നല്ല രീതിയിൽ അവർക്ക് നല്ല ഇതിലേക്ക് എത്തിച്ചു. ഒരു വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്തു അല്ലേ? അതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടെ പുരുഷോത്തമേട്ടനെ ഇവിടെ എല്ലാവർക്കും അറിയാമെന്നുള്ളതെന്ന് പറഞ്ഞാൽ ഒരാളെ സഹായിക്കുന്ന കാര്യത്തിൽ മറ്റൊരു ചിന്തയില്ല എന്നുള്ളതാണ്. നാട്ടിൽ പോയി ആരെങ്കിലും കഷ്ടപ്പാട് പറയണമെങ്കിൽ അവരെ നേരെ ബാംഗ്ലൂർ കൊണ്ടുവന്ന് ഒട്ടനവധി പേർക്ക് ജീവിക്കാനുള്ള ഒരു മാർഗം കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അതിൽ കുറച്ച് പേരൊക്കെ ബാംഗ്ലൂർ പിടിച്ചു നിന്നു. പിന്നെ കുറച്ച് പേർ ഇവിടുന്ന് ഗൾഫിൽ പോയി, ഗൾഫിൽ നിന്ന് ദുബായിൽ പോയി. അവർ ചിലർ ദുബായിൽ തന്നെ ഉണ്ട്, ചിലർ കുറേ 10 വർഷം 8 വർഷം ജോലി ചെയ്ത് തിരിച്ച് നാട്ടിൽ വന്നവരുണ്ട്. ഒക്കെ എല്ലാവരെയും ഞാൻ എന്നെക്കൊണ്ട് സഹായിക്കാവുന്ന പരമാവധി ഞാൻ സഹായിച്ചു. കാരണം ഒരാൾ സഹായം ചോദിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് ജോലി ചെയ്യണം, എനിക്കൊരു എന്തെങ്കിലും ഒരു ജീവിതമാർഗം കാണിച്ച് നമ്മൾ അനുഭവിച്ചൊരു വേദന ഉണ്ടായിരുന്നു അല്ലേ? തീർച്ചയായും. അപ്പോൾ അതൊന്നും അവർ അനുവദിക്കാൻ പാടില്ല എന്നുള്ള ഒരു ആഗ്രഹവും മനസ്സിലുണ്ട്. അതുകൊണ്ടായിരുന്നു അത് എന്നെക്കൊണ്ട് കഴിയുന്ന പോലെല്ലാം ഞാൻ അവരെ സഹായിച്ചിട്ടുണ്ട്. ആ വേദന ഒന്നും ഉണ്ടാവാതിരിക്കാൻ, കഴിക്കാനായാലും കുടിക്കാനായാലും എന്തിനും എല്ലാവർക്കും. അതിപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്ത കാര്യം അവർ പറയുന്നുണ്ട്. കാരണം ബാംഗ്ലൂരിൽ പുരുഷോത്തമേട്ടനെ കുറിച്ച് പറയുമ്പോൾ ആൾക്കാർക്ക് പറയാൻ പറ്റുന്ന മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചിരുന്നു എന്നുള്ള, മറ്റുള്ളവരുടെ വേദന കാണുമ്പോൾ ഏറ്റവും കൂടുതൽ ഓടിയെത്തുകയും അവർക്ക് വേണ്ടി, കാരണം അവരെയും നമ്മളെപ്പോലെ മുന്നോട്ട് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു തോന്നുന്നു. അത് കേട്ടപ്പോഴാണ് നമുക്ക് ആഗ്രഹം തോന്നിയത്. അപ്പോൾ ഈ നവോദയ എൻ്റർപ്രൈസസിലേക്ക് വരുമ്പോൾ നമ്മൾ തുടക്കകാലത്ത് നമ്മുടെ ഒരു ക്ലയൻസ് റിലേഷൻഷിപ്പാണല്ലോ ബിസിനസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ പ്രിസിഷൻ മെഷീൻ കോമ്പോണൻസ് ആണ് നമ്മളിവിടെ നിന്ന് മാനുഫാക്ചർ ചെയ്യുന്നത്. അത് ഏത് ടൈപ്പ് ഓഫ് എങ്ങനെയാണ് അത് അതിൻ്റെ സൈസും മറ്റുള്ള കാര്യങ്ങളും? അല്ല, അന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഗിയർ മാനുഫാക്ചറിങ് ചെയ്യുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു. അവരുടെ ഐറ്റംസ് എടുത്ത് സബ് കോൺട്രാക്ട് എടുത്ത് ചെയ്ത് അവർക്ക് കൊടുക്കുക. അവരായിരുന്നു കംപ്ലീറ്റ് മാനുഫാക്ചർ ചെയ്ത് ഡിസൈൻ ചെയ്ത് അവർ തരും. അവർ ഡിസൈൻ ചെയ്ത് അവർ തരും, മെറ്റീരിയലും അവർ തരും. നമ്മൾ ജോബ് അവർക്ക് ചെയ്ത് കൊടുത്താൽ മതിയായിരുന്നു. അങ്ങനെ അവിടുന്ന് ഒരു മെഷീനിലൊക്കെ ഉള്ളപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ അത് 1 2 അങ്ങനെ വലുതായി വന്നപ്പോൾ വേറെ കമ്പനീസിൽ ഇത് BPL, അന്ന് BPL ഭയങ്കര ഫേമസ് ആയിരുന്നു. BPL ജോലി ചെയ്തിരുന്നു. BPL അവരുടെ വാഷിംഗ് മെഷീന് വേണ്ടിയിട്ട് ഒത്തിരി കോംപ്ലിമെൻ്റ് ചെയ്ത് കൊടുത്തിരുന്നു. അങ്ങനെ പിന്നെ ഇപ്പോൾ ചെയ്യുന്നത് പറഞ്ഞാൽ പ്രൊമാൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ ക്രഷർ ഐറ്റംസ്. ക്രഷറിൻ്റെ ഓൾമോസ്റ്റ് ഒരു 350 പീസ് ഐറ്റംസ് ഞാൻ ചെയ്യുന്നുണ്ട്. 350 ഐറ്റംസ് അതിൻ്റെ ക്വാണ്ടിറ്റി അല്ലാതെ വേറെയാണ്. അപ്പോൾ നമ്മൾ അത്രയും പ്രൊഡക്ടിവിറ്റി നമുക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ക്രഷറിൻ്റെയാണ് ഇപ്പോൾ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം അവർ കാരണം എന്ന് വെച്ചാൽ ഒരു ടൈംലി കംപ്ലീഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ തീർത്തു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടല്ലേ? അല്ല, അവരുടെ ഡിമാൻഡ്സ് അല്ലെങ്കിൽ അവരുടെ ടൈംസ് ഉണ്ട്. അത് അവരുടെ പർച്ചേസ് ഓർഡറിനകത്ത് മെൻഷൻ ചെയ്യില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് ആവശ്യപ്പെടും. നമുക്ക് മെറ്റൽ കിട്ടാൻ ഷോർട്ടേജ് വല്ലതും ഉണ്ടെങ്കിൽ മെറ്റൽ ലേറ്റാവും, നിങ്ങൾക്ക് ഇത്ര അത് അവർ ആൾമോസ്റ്റ് എഗ്രി ആയിട്ടുള്ളത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതിന് അവരുടെ സമയത്തിന് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്.
അപ്പോൾ ഈ ഒരു മേഖലയിൽ ഒരുപാട് കോമ്പറ്റീഷൻ ഉള്ളൊരു ഫീൽഡാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അതിൽ ക്വാളിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങൾ കോമ്പോണൻറ്റിൻ്റെ ക്വാളിറ്റിയുടെ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്വാളിറ്റി ക്വാണ്ടിറ്റി രണ്ടും ഇമ്പോർട്ടൻറ്റ്. ഇൻ ടൈം ഇത് മൂന്നും വേണം. ഇത് ടൈം ഇന്ന് പറഞ്ഞിട്ട് നാളെ കൊടുത്തിട്ട് ക്വാളിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ യൂസ് ഇല്ല. സെയിം ടൈം ക്വാളിറ്റിയും അവർക്ക് ടൈമിനും കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഹാപ്പി. ഇവിടെ നമ്മൾ ക്വാളിറ്റി കൺട്രോൾ ഉണ്ട്. അത് പരിശോധിച്ചിട്ട് മാത്രമേ നമ്മൾ ഡെലിവറി ചെയ്യാറുള്ളൂ. അത് എവരി ഐറ്റംസിന് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് എന്തെല്ലാം റിപ്പോർട്ട് വേണോ അതെല്ലാം ഇൻക്ലൂഡിങ് അയക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ എംപ്ലോയീസ് എന്ന് പറയുന്നത് സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്കിൽഡ് ഉണ്ട്, ഈ പറഞ്ഞ പോലെ ഞാൻ വന്ന സിറ്റുവേഷനിലുള്ള ആൾക്കാരുണ്ട്, അവർക്കൊക്കെ നമ്മൾ ട്രെയിൻ ചെയ്യുന്നു. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ജോലി ചെയ്ത ആ ഒരു സിറ്റുവേഷൻ ഉണ്ട്. നമ്മൾ ചിലപ്പോൾ വഴക്ക് കേട്ടിട്ടുണ്ടാവാം, നമുക്ക് ഒരുപാട് ചീത്ത വിളി കേട്ടിട്ടുണ്ട്. ഇതെല്ലാം കേട്ട് നമ്മൾ സഹിച്ച് നിൽക്കുന്ന സഹനശക്തിയോടെ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ മുമ്പിൽ. കാരണം ജീവിച്ചേ പറ്റൂ നമുക്കൊന്നും തിരിച്ചു പറയാൻ പറ്റില്ല. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയാണ്. ഇന്നതല്ല, ഇന്ന് നേരെ തല തിരിച്ചു. ഇന്ന് നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ സാർ സോറി സാർ ഇന്ന് എന്തായാലും ആയിപ്പോയി, നാളെ വരാമെന്ന് പറയും. ഇന്നിനി പോവാൻ, നാളെ തിരിച്ചു. നാളെ സെയിം ടൈമിന് ഇതിനേക്കാൾ വലിയ പ്രോബ്ലംസ് ഉണ്ടായിരിക്കും വരുന്നത്. ഇന്ന് 8:30 എന്നുള്ളത് 9 മണിക്ക് വന്നിട്ട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇല്ല സാർ ലേറ്റായി പോയി, നാളെ വരാം, നാളെ 9:15 വരത്തുള്ളൂ. ഇതേപോലെ അതാണ് ഇന്നത്തെ സിറ്റുവേഷൻ. നമുക്ക് ഇവിടെ ഇപ്പോൾ 20 എംപ്ലോയീസ് ഉണ്ട്. ഡയറക്റ്റ് എംപ്ലോയീസ് 20 പേരുണ്ട്. പ്ലസ് ട്രാൻസ്പോർട്ടേഷൻ കോൺട്രാക്ട് ബേസിലുള്ള കുറച്ച് പേരുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള CNC മെഷീനും ബാക്കിയുള്ള ഇതുമാണ് നമുക്ക്. CNCയും കൺവെൻഷനും എല്ലാം ഉണ്ട്. എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ രാവിലെ പുരുഷോത്തമേട്ടൻ രാവിലെ 8:00 ഇവിടെ എത്തും. 8:30 അന്ന് പണ്ടത്തെ പോലെ നമ്മൾ ജോലി ചെയ്ത അതേ രാഗത്തോടെ ഇപ്പോൾ ഒരു ടെക്നീഷ്യൻ വന്നില്ലെങ്കിലും നമ്മൾക്ക് കയറി പണി ചെയ്യാൻ അറിയാം. ഇപ്പോഴും ഞാൻ ചെയ്യും. ഈ വയസ്സിൽ ചെയ്യും. യാതൊരു ഇതുമില്ല, മടിയുമില്ല. നമുക്കതിന് ഇൻകം കിട്ടുമെന്നുള്ളതല്ല, ഞാൻ ആ കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് അച്ചീവ് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അതിനകത്ത് മര്യാദയില്ല. ഇപ്പൊ നീ ജോലി ചെയ്ത് നിനക്ക് കുറച്ചുകൂടെ സമ്പാദിക്കാം അങ്ങനെയുള്ള ചിന്തയിലല്ല ഞാൻ ഇന്നും ജോലി ചെയ്യുന്നത്. ഞാനൊരു കമ്മിറ്റ്മെന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് മാക്സിമം അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു ബാംഗ്ലൂർ പോലൊരു മഹാനഗരത്തിൽ ഒരു ബിസിനസ് സംരംഭം തുടങ്ങുമെന്നും അത് ഇതുവരെ എത്തിക്കാൻ സാധിക്കുമെന്നും നേരത്തെ കരുതിയിരുന്നു? ഇല്ല, ഒരിക്കലും ഇല്ല. എല്ലാം ദൈവം തമ്പുരാൻ്റെ ആണ്. പിന്നെ അതിനകത്ത് ഒത്തിരി സപ്പോർട്ടിങ് ഉണ്ട് കേട്ടോ. ഞാൻ എൻ്റെ വൈഫാകട്ടെ എൻ്റെ മക്കളാകട്ടെ, എൻ്റെ വൈഫ് അവർക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ ഇൻഡസ്ട്രി തുടങ്ങുന്നിടം വരെ എൻ്റെ ഈ പൈസ ഉണ്ടെന്ന് പോലും അവർ ചോദിക്കത്തില്ലായിരുന്നു. ഒരു കാര്യത്തിന് ഡിമാൻഡില്ലായിരുന്നു. എൻ്റെ മക്കളായാലും ഒരു 10ാം ക്ലാസ് PUC വരെയൊന്നും ഒന്നും എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. അച്ഛാ എനിക്കിത് വേണം. 2 ആൺമക്കളാണ്. ആര് ചോദിച്ചു? മൂത്താളുടെ പേര് രാജീവ് കുമാർ, രണ്ടാമത്തെ ആളുടെ പേര് രാകേഷ് കുമാർ. 2 പേരാണ് മക്കളായിട്ടുള്ളത്. മൂത്ത രാജീവ് വിവാഹം കഴിച്ചിരിക്കുന്നത് കേരളത്തിൽ. വൈഫിന്റെ പേര് പ്രിയാകൃഷ്ണൻ. 2 പേരക്കുട്ടികളാണ്. അവർക്ക് 2 പേരക്കുട്ടി, എൻ്റെ ഇളയ മോന് 2 കുട്ടികൾ, അങ്ങനെ 4 പേര്. രാകേഷ് കല്യാണം കഴിച്ചിരിക്കുന്നത് ബാംഗ്ലൂർ തന്നെ, പക്ഷെ മലയാളി തന്നെയാണ്. വൈഫിന്റെ പേര് രാകേഷിന്റെ ശ്രുതി. അവർക്ക് 2 കുട്ടികൾ. അപ്പോൾ ഒരു ഇപ്പൊ പേരക്കുട്ടികളോ എല്ലാം അടുത്തടുത്ത് തന്നെയാണ്. അടുത്തടുത്ത് മീറ്റ് ചെയ്യാം. പിന്നെ എല്ലാവരും സെപ്പറേറ്റ് ജീവിക്കുന്നു. ഞങ്ങളും സെപ്പറേറ്റ് ആണ്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി വരും. പിന്നെ സൺഡേസ് ആകുമ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടും. ശരിക്കും ഇതുവരെ എത്താൻ പുരുഷോത്തമേട്ടൻ പറഞ്ഞ പോലെ ഭാര്യയുടെ സപ്പോർട്ട് വളരെ വലുതായിരുന്നു. ഭയങ്കര ഫാമിലി നമ്മളോടൊപ്പം കൂടെ നിന്നു എന്നുള്ളത് തന്നെയാണ് ഈ വിജയത്തിന്റെ പ്രധാന. മക്കളായിരുന്നാലും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ എത്തിച്ചു അല്ലേ? തീർച്ചയായിട്ടും. അവര് എന്തേലും കടുംപിടുത്തം പിടിച്ച് എനിക്കിത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ എന്നോട് എൻ്റെ മക്കൾ ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ല, ഇന്നും ചോദിച്ചിട്ടില്ല എനിക്കിത് വേണമെന്ന്. ഞാൻ അറിഞ്ഞ് ചെയ്തിട്ടുണ്ട് എല്ലാം, എന്നാലും അച്ഛാ എനിക്കിത് വേണം, അല്ല അത് വേണം എന്ന് ഇതുവരെയും ചോദിച്ചിട്ടില്ല. ആ ഒരു സപ്പോർട്ട് നമുക്ക് തന്നു എന്നുള്ളതാണ് അല്ലേ? അതാണ് എൻ്റെ ഏറ്റവും കൂടുതൽ വലിയ വിജയം. കാര്യം ഇതിന്റെ വിജയത്തിന്റെ പ്രധാന കാരണം എന്തെന്ന് വെച്ചാൽ കുടുംബം തന്ന പിന്തുണ. അത് തീർച്ചയായിട്ടും അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച 2 വ്യക്തികളെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും. ഇന്ന് അമ്മ ജീവിച്ചിരിക്കുന്നുണ്ട്. ചേട്ടൻ നിർമ്മിച്ച വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. താമസം കുറച്ച് വയസ്സായത് അവർക്ക് അമ്മയ്ക്ക് നോക്കാനോ കാണാനും ഒക്കെ ഇച്ചിരി ഉണ്ട്. പിന്നെ നടക്കുന്നതിന് ഒറ്റയ്ക്ക് താമസിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം ആഹാരം വയ്ക്കാനും പറ്റത്തില്ല.
അങ്ങനെ ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് 2 വർഷമായിട്ട് സഹോദരിയുടെ കൂടെ. എത്രത്തോളമാണ് അച്ഛനും അമ്മയും ചേട്ടൻ്റെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുള്ളത്? അച്ഛൻ ഒരുപാട്, കാരണം അച്ഛൻ്റെ ആ കഠിനാധ്വാനമാണ് ചേട്ടൻ അത് ഏറ്റെടുക്കുന്നത്. ആ കുടുംബത്തിലെ ഒരേ ഒരു ആൺതരിയാണ്. അപ്പോൾ ശരിക്കും ആ ഒരു വേദനയും ഒക്കെ അനുഭവിച്ചറിഞ്ഞ ഒരാളാണ്. തീർച്ചയായിട്ടും. എത്രത്തോളമാണ് താങ്കളുടെ ജീവിതത്തിൽ അച്ഛൻ നമ്മോടൊപ്പം ഇല്ല? അല്ല, അച്ഛന് കഷ്ടപ്പെടുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ കരഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ കൂലിപ്പണി എന്ന് പറഞ്ഞത്, അന്നത്തെ കാലത്തെ കൂലിപ്പണി എന്ന് പറഞ്ഞാൽ എല്ലാം ജോലി ചെയ്തേ പറ്റൂ. ഒരു ദിവസം ഇച്ചിരി അങ്ങോട്ട് മാറിയിരിക്കാനോ ഒന്നുമില്ല. 8 മണിക്കൂർ ജോലി എന്ന് പറഞ്ഞാൽ 8 മണിക്കൂർ ജോലി ചെയ്തേ പറ്റും. അതും വെയിലാണെങ്കിൽ വെയിൽ, മഴയാണെങ്കിൽ മഴ. അങ്ങനെ അതെല്ലാം കണ്ടു തന്നെ ഞാൻ വന്നത്. പിന്നെ അതുകൊണ്ട് ബാംഗ്ലൂർ വന്നത് എനിക്കും നല്ല ഒരു ജീവിത ഇതല്ലായിരുന്നു. പക്ഷേ ഇതൊക്കെ ഓർക്കുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, തിരിച്ചു പോകാനും പറ്റത്തില്ല. ആ ഒരു കഷ്ടപ്പാട് തന്നെയാണ് ചേട്ടൻ ഇവിടെ പിടിച്ചു നിർത്തിയത് അല്ലേ? കാരണം തുടക്കകാലത്തൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടു ചേട്ടൻ. കാരണം ആഹാരം കഴിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടിയിരുന്ന ഒരു സമയം. 12 മണിക്കൂറിന് 24 മണിക്കൂർ ജോലി ചെയ്തിരുന്നു അല്ലേ, ഒരു സെക്യൂരിറ്റി ആയിട്ട്? സെക്യൂരിറ്റി രാത്രിയിൽ അവിടെ ഇതിന്റെ കാവക്കാരനായിട്ട് കമ്പനിക്കകത്ത് തന്നെ കിടക്കും. എന്നാൽ ജോലി കഴിഞ്ഞിട്ട് കുറച്ച് നാള് കാവൽക്കാരൻ അങ്ങനെ കടന്നു. അതിനകത്ത് ഒരു ശമ്പളം കിട്ടി. അങ്ങനെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് അനുഭവിച്ച് തന്നെയാണ് എല്ലാം നേടിയത് അല്ലേ? കാരണം ഈ കഠിനാധ്വാനത്തിന്റെ ഫലം എന്ന് പറയുന്നത് അതിന്റെ റിസൾട്ട് വേറെയാണ്. തീർച്ചയായിട്ടും. കാരണം ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ആദ്യം കിട്ടുന്ന ഒരു ശമ്പളം കൊണ്ട് ഒരു കാരണവശാലും ജീവിതമാർഗം പൂർത്തീകരിക്കാൻ പോലും പറ്റാത്ത ഒരു കാലഘട്ടത്തിൽ ആ ജോലി പഠിച്ചു, അത് മനസ്സിലാക്കി അവിടെ നിന്ന് ഉയർന്നു വന്നതാണ് എന്നുള്ളതാണ്. അന്ന് കാണുന്ന ഈ അഭികരയിൽ തന്നെയാണ് ആദ്യം വന്നത്. ഇല്ല, ഞാൻ ആദ്യം വന്നിരുന്ന മത്തിക്കരയാണ്. മത്തിക്കര MS രാമയ്യ മെഡിക്കൽ കോളേജൊക്കെ അല്ലേ, അത് തൊട്ടിപ്പുറത്തായിരുന്നു. അവിടെ ഒരു ഇൻഡസ്ട്രി ഉണ്ടായിരുന്നു, അതിപ്പോൾ എടുത്തു കളഞ്ഞു. അവിടെയാണ് ആദ്യമായിട്ട് ജോലി വരുന്നത്. പിന്നെ ഇത് ഞാൻ 2004 വാങ്ങിക്കുന്നത്, ഇവിടെ ഈ സ്ഥലം വാങ്ങിക്കുന്നത്. 2004 വാങ്ങിക്കുമ്പോഴേ ഇവിടെ മനുഷ്യരില്ലായിരുന്നു, അത്ര മോശമായിരുന്നു. അന്നൊക്കെ ഇതിൻ്റെ റേറ്റുകളൊക്കെ വളരെ കുറവായിരുന്നു. ഇന്നൊന്നും അതൊക്കെ ദൈവം തമ്പുരാൻ്റെ ഒരു ഇത് എന്തോ തോന്നിച്ച് ഇവിടെ വന്ന് വാങ്ങിച്ചു. ഇന്നത്തെ സിറ്റുവേഷനിൽ ഇല്ല, ഇന്നത്തെ ഇവിടുത്തെ പ്രസന്റ് വാല്യൂവിൽ എനിക്കിത് സ്വപ്നം കാണാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു വളർച്ച, ബാംഗ്ലൂരിന്റെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. കാരണം IT യിലേക്ക് വന്നു. ഗവൺമെന്റും എല്ലാം സപ്പോർട്ടീവ് ആയിരുന്നു അല്ലേ? ഗവൺമെന്റ് SM കൃഷ്ണയൊക്കെ ഇരിക്കുന്ന സമയത്ത് നല്ല സപ്പോർട്ടിങ്, ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ എല്ലാത്തിനും മുന്നോട്ട് വന്നു. ആ ഒരു സപ്പോർട്ട് നമ്മുടെ ബിസിനസ്സിനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു നീണ്ട 46 വർഷം, ഈ കഴിഞ്ഞുപോയ 46 വർഷത്തെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ 1979 ഏപ്രിൽ മാസം 30 ആദ്യമായി ബാംഗ്ലൂരിൽ ഒരു കൽക്കരി നിറച്ച വണ്ടിയിലാണ് വന്നിറങ്ങുന്നത് അല്ലേ? ആ കൽക്കരി നിറയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാംഗ്ലൂർ വെള്ള ഷർട്ടാണ് വെച്ചിരിക്കണമെങ്കിൽ ഫുള്ള് കരി അടിച്ച് കറുപ്പുണ്ടാവും. പക്ഷെ ആ ഒരു ചൂടത്തും വെയിലത്തും കഷ്ടപ്പെട്ടാണ് ഇതുവരെ എത്തിച്ചേർന്നത്. തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് തോന്നുന്നു ചേട്ടന്? അല്ല, ഇന്നത്തെ തിരിഞ്ഞു നോക്കാന്ന് പറഞ്ഞാൽ അന്നത്തെ ഇപ്പോൾ ഒരു കണക്ക് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റില്ല. അന്നത്തെ ജീവിത സ്റ്റൈലും ജീവിതത്തിൻ്റെ കഷ്ടപ്പാടൊക്കെ ഇന്ന് അത് നോക്കുമ്പോൾ ഞാൻ വളരെ 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 സന്തോഷവാനാണ്. പിന്നെ സ്നേഹിച്ച പെണ്ണിനെ വിവാഹം കഴിക്കാൻ കഴിഞ്ഞു അല്ലേ? സ്നേഹിച്ച പെണ്ണിനെ, കാരണം അതാണ് ഏറ്റവും വലിയൊരു കാരണം. ഉറപ്പെണ്ണാണെങ്കിൽ പോലും അല്ലേ, ഒരു പെട്ടെന്ന് നമുക്കൊരു സാഹചര്യം വിവാഹം കഴിക്കേണ്ടി വന്നു. അതൊക്കെ ഒരു ചലഞ്ച് പോലെ ചലഞ്ചായിരുന്നു. അതൊരു ചലഞ്ചായിരുന്നു നമുക്ക്. അത് ഇന്നത്തെ പിള്ളേരെന്ന് പറഞ്ഞാൽ കോമൺ ആണ്, കാരണം ഇങ്ങനെയാണ്, അവർ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്, അവർ തന്നെയാണ് ജീവിതം. പക്ഷെ അന്ന് എന്ന് പറയുന്നത് ഒരു പ്രേമവിവാഹം എന്നൊക്കെ പറയുന്നൊരു വലിയ വാർത്തയായിരുന്നു. പ്ലസ് 2 വീട്ടുകാർ തമ്മിൽ എന്തായാലും ഒരു പ്രേമവിവാഹം എന്ന് പറയുമ്പോൾ 2 വീട്ടുകാർ അന്നത്തെ കാലത്ത് ഒന്നാകുന്ന വളരെ ചുരുക്കമാണ്. ഇന്നതല്ല, അവർ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 2 പേരോടെ സഹകരിച്ചങ്ങ് ഇത് ചെയ്യാന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ആഗ്രഹിച്ചെല്ലാം ദൈവം തമ്പുരാൻ തന്നു അല്ലേ? തീർച്ചയായും. കാരണം അതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അല്ല, ഞാൻ അതൊക്കെ വിചാരിക്കാറുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇവിടെ പെട്ടത് ഞാൻ വളരെ 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 സന്തോഷവാനാണ്. എൻ്റെ എഡ്യൂക്കേഷനും എൻ്റെ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഞാൻ വളരെ വളരെ മുന്നിൽ സംതൃപ്തിയാണ്. അപ്പോൾ ഇനിയുള്ള സ്വപ്നം എന്താണ്? ഇനി ജീവിതത്തിൽ എന്തോ വലിയ സ്വപ്നങ്ങളായിട്ടൊന്നുമില്ല. എല്ലാവരും സഹകരിച്ച് എല്ലാവരുമായിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് പോവുക. ദൈവം തമ്പുരാൻ എന്താണ് നിശ്ചയിച്ചിട്ടുള്ളത് അതുവരെ നടക്കും. ഇനിയുള്ളതൊക്കെ മക്കളായി കൊച്ചുമക്കളുണ്ട്,
അവർക്ക് ഭാര്യമാരുണ്ട്, അവരുടെ ജീവിതം ജീവിച്ചു പോട്ടെ. പിന്നെ നമുക്ക് ആരെയും ഒന്നും ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ളൊരു. മറ്റുള്ള ഇവിടെ ഒരുപാട് മലയാളി സംഘടനകളുണ്ട്, ഒരുപാട് സാമൂഹിക പ്രവർത്തനങ്ങൾ നടക്കുന്നു. അതിലൊക്കെ പ്രവർത്തിക്കാറുണ്ടോ? സംഘടനകളൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ ഇത് ചെയ്യാറുണ്ട്. പിന്നെ ഒത്തിരി ഇതിനൊന്നും പോകത്തില്ല. എല്ലാത്തിനും കുടുംബം തന്നെയാണ്. കുടുംബം തന്നെ. ജോലി കഴിഞ്ഞാൽ നേരെ കുടുംബത്തിൽ, കുടുംബം നേരെ കുടുംബകാര്യങ്ങളും നോക്കി. കാരണം അതൊരു സുഖമായിരുന്നു. അതാണ് അങ്ങനെ പഠിച്ചുപോയി അങ്ങനെ പഠിച്ചുപോയി. ഇതിന് പോകാനുള്ള സമയമില്ലായിരുന്നു. ഇന്ന് സമയമുണ്ടെങ്കിലും അതിനോടുള്ള മനസ്സ് വരത്തില്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ റൊട്ടീൻ ആയിപ്പോയി. അതിന് മാറ്റാൻ പറ്റും. പക്ഷെ നല്ല കുടുംബനാഥനായി നല്ല എല്ലാ കാര്യങ്ങളും നോക്കി സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നു. നമ്മളെല്ലാവരും ഇവിടെ ആദ്യമായിട്ട് നമ്മൾ വരുന്നത് നമുക്ക് വേണ്ടി ജീവിക്കാനാണ്. പക്ഷേ ദൈവം തമ്പുരാൻ വേറൊരു ഒരു 10-20 പേരെ കൂടെ ജോലി കൊടുക്കുമ്പോൾ 20 കുടുംബങ്ങളാണ് അവരെ കൊണ്ട് ജീവിക്കുന്നത്. തീർച്ചയായും. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ വലിയ സന്തോഷം തന്നെ. അതാണ് ഞാൻ ഈ ഓൾറെഡിക്ക് എനിക്ക് ഒരു തോന്നലുണ്ടായി, ഇത് വിറ്റ് സ്വയം ഒന്ന് സ്വസ്ഥമാവാൻ. അപ്പോൾ എൻ്റെ ഇളയ ആക്ച്വലി പാർട്ടികൾ വന്ന് നോക്കി, ഞാൻ വില ചോദിച്ചു. അതിനടുത്ത ആൾ വന്നു. അപ്പോൾ എൻ്റെ ഇളയ മോൻ പറഞ്ഞു, വേണ്ട അച്ഛാ, ഇപ്പോൾ വിൽക്കണ്ട, അച്ഛൻ എത്രയും കാലം പറ്റുമോ അത്രയും കാലം ഓടട്ട്, ഇപ്പോൾ അത് വേണ്ട, കുറച്ചുകൂടെ പോട്ട് എന്ന് പറഞ്ഞ് അങ്ങനെയാണ് പിന്നെ ഇത് മുന്നോട്ട് പോകുന്നത്. അതിന് ദൈവം ശരീരസുഖവും മനസ്സുഖവും ദീർഘായുസ്സും നൽകട്ടെ, ആരോഗ്യം നൽകട്ടെ. മുന്നോട്ട് ഇനി ഒരുപാട് ദൂരം യാത്ര ചെയ്യാൻ ചേട്ടന് സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. വളരെ നന്ദി. താങ്ക് യു വെരി മച്ച്. നന്ദി. ഈ എപ്പിസോഡോടെ അവസാനിക്കുകയാണ്. പുരുഷോത്തമനേട്ടനുമായിട്ടുള്ള അഭിമുഖം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങളുമായിട്ട് നേരെ ബാംഗ്ലൂർ എന്ന് പറയുന്ന മഹാനഗരത്തിലെത്തി ജീവിതത്തിൽ കഠിനാധ്വാനവും സത്യസന്ധതയും ആത്മാർത്ഥതയും കൊണ്ട് വിജയം കൈവരിച്ച ഒരാളാണ് പുരുഷോത്തമേട്ടൻ. അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ പാതയിൽ ഒരിക്കലും ഒരു ഷോർട്ട് കട്ടില്ലായിരുന്നു. എല്ലാം നേരെ വാ നേരെ പോ എന്നുള്ളതായിരുന്നു. ഒരുപാട് സഹജീവികളെ ചേർത്ത് നിർത്തി അവർക്കൊരു ജീവിതമാർഗം നേടിക്കൊടുക്കുവാനും ഒരു നല്ല കുടുംബനാഥനായും ജീവിതത്തിൽ എന്തൊക്കെ നമുക്ക് അദ്ദേഹം പറഞ്ഞ പോലെ ഇതൊക്കെ വന്നു ചേർന്നതാണ്. നമ്മൾ ഇതൊന്നും ആഗ്രഹിച്ചതല്ല, പക്ഷേ ചെയ്ത എല്ലാ കർമ്മത്തിനും ദൈവം കൊടുത്തൊരു ഗിഫ്റ്റാണ് ഈ കാണുന്ന സ്ഥാപനവും അദ്ദേഹത്തിൻ്റെ കുടുംബവും. മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാവിധ നന്മകളും സർവേശ്വരൻ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിനും നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡും തൽക്കാലം ഇവിടെ വാങ്ങുന്നു. നന്ദി, നമസ്കാരം.